ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഞാനിന്നിപ്പോൾ ഈ സെഷനിൽ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഇന്ന് ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കേസ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ജസ്റ്റിസ് രതീഷ് കുമാർ സാറിൻ്റെ ബെഞ്ചിലാണ് പരിഗണിച്ചത്. ഐറ്റം നമ്പർ 25 ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ കേസ് പരിഗണിച്ചത്. ഹയർ ഓൺലൈൻ ഷോപ്പിയെ റെപ്രസെൻറ്റ് ചെയ്തത് അവരുടെ ടീം ഓഫ് ലീഗൽ എക്സ്പെർട്ട് അഡ്വക്കേറ്റ് ശ്രീകുമാർ സാറിൻ്റെ ടീം മെമ്പർ അഡ്വക്കേറ്റ് മാർട്ടിൻ പി ജോസ് സാറായിരുന്നു. അതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടറെ റെപ്രസെൻറ്റ് ചെയ്ത് അഡ്വക്കേറ്റ് സിനിമോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു ഇംപ്ലീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഇംപ്ലീറ്റ്മെൻറ്റിനെ കക്ഷിയെ റെപ്രസെൻറ്റ് ചെയ്ത അഡ്വക്കേറ്റ് റഷീഖ് അഹമ്മദും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കേസ് പബ്ലിക് പ്രോസിക്യൂട്ടർ നമുക്ക് ഇവർക്ക് അറിയാവുന്ന പോലെ തന്നെ ഇന്ന് വാദങ്ങളിലേക്ക് തന്നെ ആണ് ആദ്യമേ പോയത്. ഇൻസ്റ്റെഡ് ഓഫ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റിന് പകരം, കാരണം കഴിഞ്ഞ സെഷനിൽ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വേറെ ഒരു സ്റ്റാൻസ് എടുത്തുകൊണ്ട് വാദങ്ങളിലേക്കാണ് പോയത്. അപ്പോൾ ആ വാദങ്ങളിലേക്ക് പോയപ്പോൾ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ അഡ്വക്കേറ്റ് മാർട്ടിൻ പി ജോസ് സാറ് അതിൻ്റെ ഡയറക്ഷൻ തിരിച്ചു വിട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നതെന്നുള്ള കാര്യങ്ങൾ മാർട്ടിൻ പി ജോസ് സാർ അവിടെ റേസ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഹൈറിച്ചിൽ ഒരു വലിയൊരു പ്ലസ് ആയിട്ട് ഇന്നത്തെ ഒരു സെഷനിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ എല്ലാ മാർക്കറ്റിംഗ് മോഡൽസിനെ കുറിച്ചും ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഒരു പിക്ചർ കൊടുക്കാൻ വേണ്ടി സാധിച്ചു. എന്ന് പറഞ്ഞാൽ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ 750 പ്ലാൻ, അതുപോലെ 10,000 റുപ്പീസിൻ്റെ ഡിജിറ്റൽ പ്ലാനിനെ കുറിച്ച്, അതുപോലെ HR OTTനെ കുറിച്ചുള്ള പ്ലാൻസും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ നല്ലൊരു പിക്ചർ കൊടുക്കുവാൻ വേണ്ടി ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ അഡ്വക്കേറ്റ് മാർട്ടിൻ പി ജോസ് സാറിന് സാധിച്ചു. അപ്പോൾ അതുപോലെ തന്നെ അപ്പം ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ള നല്ലൊരു വാദമാണ് ഇന്ന് ബഹുമാനപ്പെട്ട സെഷൻസ് കോർട്ടിൽ നടന്നത്. നമ്മളേവരും പ്രതീക്ഷിച്ചത് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുമെന്നാണ്. പക്ഷേ അവിടെ ഒരു വാദത്തിലേക്ക് തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിനെ വളരെ നല്ലൊരു രീതിയിൽ തന്നെയാണ് മാർട്ടിൻ പി ജോസ് ഹൈറിച്ചിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് എല്ലാത്തിനും ആൻസർ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് രതീഷ് കുമാർ സാറിന് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാത്തിനും ആപ്റ്റായിട്ടുള്ള റിപ്ലൈ ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വാദങ്ങൾ നടന്നത്. അപ്പോൾ ആ വാദങ്ങൾക്ക് ഇടയിൽ തന്നെ ഈ ഇതുണ്ടല്ലോ, ഇംപ്ലീറ്റ്മെൻറ്റുമായിട്ട് ഒരു കക്ഷി അദ്ദേഹത്തിന് റെപ്രസെൻറ്റ് ചെയ്ത് തന്നത് അഡ്വക്കേറ്റ് റഷീഖ് അഹമ്മദ് ആയിരുന്നു. അപ്പോൾ ഇംപ്ലീറ്റ്മെൻറ്റ് വന്നപ്പോൾ തന്നെ ജസ്റ്റിസ് രതീഷ് കുമാർ സാർ പറഞ്ഞു, ഇംപ്ലീറ്റ്മെൻറ്റ് അലോ ചെയ്യുവാൻ സാധിക്കത്തില്ല, ബട്ട് ഐ ക്യാൻ ഹിയർ യു. ഇംപ്ലീറ്റ്മെൻറ്റ് അലോ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, കാരണം ഈ ഒരു കേസിൻ്റെ ഒരു ക്രൂഷ്യൽ പോയിന്റിലാണെന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. അതുപോലെ ബഹുമാനപ്പെട്ട ഹൈക്കോർട്ടിൽ നിന്ന് ഒരു ഡയറക്ഷൻ ഉണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ പ്രൊവിഷൻ അറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോർട്ടിൽ നിന്ന് ജസ്റ്റിസ് VG അരുൺ സാറിൻ്റെ ബെഞ്ചിൽ നിന്ന് നിർദ്ദേശമുണ്ട്. സോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ ഒരു ഇംപ്ലീറ്റ്മെൻറ്റ് അലോ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല, നിങ്ങളുടെ ഭാഗം കേൾക്കാം എന്നുള്ളത് ജസ്റ്റിസ് രതീഷ് കുമാർ സാർ അവിടെ റേസ് ചെയ്തു. അപ്പോൾ അങ്ങനെ നല്ലൊരു രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നിപ്പോൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനുള്ളത്. എന്തായാലും ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ഇതുവരെയും എൻ്റെ ഒരു നോളജിൽ ഒരു കംപ്ലീറ്റ് ഒരു പിക്ചർ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാർക്കറ്റിംഗ് മോഡലിനെ കുറിച്ച് ഒരു പിക്ചർ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സെഷനിലാണ് ഒരു കംപ്ലീറ്റ് പിക്ചർ കൊടുത്തിരിക്കുന്നതെന്ന് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും, എല്ലാ പ്ലാൻസും, മാർക്കറ്റിംഗ് മോഡൽസ്, ഹൈറിച്ചിൻ്റെ എല്ലാം ഒരു കംപ്ലീറ്റ് ക്ലാരിറ്റി ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഇന്ന് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മാർട്ടിൻ പി ജോസ് സാറ് ബഹുമാനപ്പെട്ട സെഷൻസ് കോർട്ടിൽ ബോധിപ്പിച്ചായിരുന്നു ജസ്റ്റിസ് രതീഷ് കുമാർ സാറിൻ്റെ ബെഞ്ചിൽ. അപ്പോൾ ഈ ഒരു കേസ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്നത്. അപ്പോൾ ഈ തുടർവാദങ്ങൾക്ക് ഇപ്പോൾ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കമ്മിങ് മൺഡേ എന്ന് പറഞ്ഞാൽ 18 നവംബർ, ഈ കമ്മിങ് മൺഡേ തുടർവാദങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വാദങ്ങൾക്കിടയിൽ തന്നെ ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിനിമോൾ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ വെബ്സൈറ്റും ജസ്റ്റിസ് രതീഷ് കുമാർ സാർ കാണണം, അതിൻ്റെ അകത്ത് പല ഇൻഫർമേഷൻസും ഉണ്ട്. അപ്പോൾ പക്ഷേ നിർഭാഗ്യവശാൽ ടെക്നീഷ്യൻ അവൈലബിൾ അല്ലായിരുന്നു. സോ ടെക്നീഷ്യൻ്റെയും കൂടെ അവൈലബിലിറ്റി മാനിച്ചുകൊണ്ട് ഈ കേസ് ഇപ്പോൾ മൺഡേ നവംബർ 18 ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് നല്ല ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. നല്ല വാദങ്ങൾ, സത്യങ്ങൾ, ഞാൻ ആസ് യൂഷ്വൽ പറയുന്ന പോലെ സത്യങ്ങളൊക്കെ പുറത്തു വരട്ടെ, സത്യങ്ങളും ഒരു കംപ്ലീറ്റ് ക്ലാരിറ്റി വരട്ടെ. എല്ലാ മെമ്പേഴ്സിനും ഒരു നല്ലൊരു കംപ്ലീറ്റ് ക്ലാരിറ്റി കിട്ടിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ തന്നെയാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ
പുതിയൊരു 2 ഇംപ്ലിമെൻറ്റിൻ്റെയും കൂടെ ഒരു ആപ്ലിക്കേഷൻ വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 2 ന്യൂ ഇംപ്ലിമെൻറ്റ് ഹൈറിജിൻ്റെ പോസിറ്റീവ്സ്. എന്തായാലും ഇംപ്ലിമെൻറ്റ് പറയുമ്പോൾ നെഗറ്റീവും പറയാം പോസിറ്റീവും പറയാം. അപ്പം നെഗറ്റീവ് മാത്രം കേൾക്കണ്ട, പോസിറ്റീവും കൂടെ കേൾക്കട്ടെ. അപ്പം ഈ ഒരു അപ്ഡേറ്റും കൂടെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഹൈറിജിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്നല്ലേ, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കാര്യങ്ങൾ നല്ല നല്ല ഡയറക്ഷനിലേക്ക് പോകുന്നു. നല്ല റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഹൈറിജിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് വരട്ടെ. നല്ല നല്ല അപ്ഡേറ്റ്സുകൾ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ സെഷൻ നിർത്തുന്നു. സോ ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.